പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് പിന്നാലെ രാജ്യത്ത് കടുത്ത നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കുത്തനെ കൂട്ടിയതോടെ സ്വർണ്ണവില വർദ്ധിച്ചു. രാവിലെ പവന് 10,200 രൂപ കൂടിയ സ്വർണ്ണവില പിന്നീട് 4,000 രൂപയായി കുറഞ്ഞു. സ്വർണത്തിന്റെ തീരുവ കൂടിയതോടെ ഇന്ധനവിലയിലും ഉടൻ വർധനയുണ്ടായേക്കും. അതിനിടെ സ്വന്തം അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും പരമാവധി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോയതോടെയാണ് സ്വർണം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കാനും ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. ഇതോടെ കടുത്ത നടപടികളിലേക്ക് രാജ്യം കടക്കുകയാണെന്ന ആശങ്ക ഉയർന്നെങ്കിലും ഇപ്പോൾ അത് ശരിയാവുകയാണ്. 6% സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയെങ്കിൽ ഒറ്റയടിക്ക് അത് 15% ഉയർത്തി. ഇറക്കുമതി കുറയ്ക്കുകയും വിദേശ നാണയ ശേഖരം സംരക്ഷിക്കുകയുമാണ് ലക്ഷ്യം. തീരുവ ഉയർത്തിയതോടെ പ്രതീക്ഷിച്ചതുപോലെ സ്വർണ്ണവിലയും കൂടി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ലോകത്തിലെ തന്നെ പ്രധാന സ്വർണ്ണ ഉപഭോക്തൃ രാജ്യമായ ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന ആവശ്യം കുറയ്ക്കാൻ നടപടികൾ ഗുണം ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നു. സ്വയം നിയന്ത്രണത്തിന് ആഹ്വാനം നൽകിയതിനു പിന്നാലെ തന്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. ഇതോടെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ SPG നടപടി തുടങ്ങി. സുരക്ഷയിൽ ഇളവ് വരുത്താതെയാകും നിയന്ത്രണം ഏർപ്പെടുത്തുക. വാഹന വ്യൂഹത്തിൽ പരമാവധി ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. സ്വർണത്തിന്റെ തീരുവ ഉയർത്തിയതോടെ പെട്രോൾ ഡീസൽ വിലയിലും വർധന ഉടൻ പ്രതീക്ഷിക്കാം. 5 മുതൽ 10 രൂപ വർധനയ്ക്കാണ് സാധ്യത. വിമാന ഇന്ധനവില വർദ്ധിച്ചതോടെ ജൂൺ മാസം മുതൽ 3 മാസത്തേക്ക് നിരവധി അന്താരാഷ്ട്ര സർവീസുകൾ നിർത്തിവെക്കാനാണ് എയർ ഇന്ത്യയുടെ തീരുമാനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.